നാഷണൽ ഹെറാൾഡ് ദിനപത്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് 2008 പ്രവർത്തനം നിർത്തി. ഇതോടെ പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡും പ്രതിസന്ധിയിലായി. പത്രത്തിന് 2000 കോടി രൂപയുടെ ആസ്തികളുണ്ട്. ഡൽഹി, ലക്നൗ, ഭോപ്പാൽ, മുംബൈ, ഇൻഡോർ, പട്ന, പഞ്ചകുള എന്നിവിടങ്ങളിലെ സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും മൂല്യമാണ് ഇത്. പത്രം പൂട്ടിയപ്പോൾ ഓഹരി ഉടമകളെ സ്വാധീനിച്ച് ഈ വസ്തുവകകൾ സ്വന്തമാക്കാൻ വ്യാപകമായ ശ്രമം നടന്നു. ആസ്തി കോൺഗ്രസിൽ നിന്ന് തന്നെ നഷ്ടപ്പെടും എന്ന നിലയിൽ എത്തിയപ്പോഴാണ് യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പുതിയ കമ്പനി രൂപീകരിക്കുന്നത്. അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ജനറൽ സെക്രട്ടറിമാരായ മോത്തിലാൽ വോറ, ഓസ്കർ ഫെർണാണ്ടസ്, ടെക്നോക്രാറ്റ് സാം പിത്രോദ, മാധ്യമപ്രവർത്തകനായ സുമൻ ദുബെ എന്നിവരായിരുന്നു ഓഹരി ഉടമകൾ. ഈ കമ്പനിയിൽ സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും ചേർന്ന് 76% ഓഹരിയുണ്ട് എന്ന വിവരം മാത്രമാണ് പുറത്ത് ചർച്ചയായത്. എന്നാൽ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 25 അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണിത്. ഈ കമ്പനി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് തുല്യമാണ്. ഓഹരി ഉടമകൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റാനോ ലാഭവിഹിതം നേടാനോ അവകാശമില്ല. ലാഭമായോ മറ്റേതെങ്കിലും വിധത്തിലോ പണം ലഭിച്ചാൽ അത് ഈ കമ്പനിയുടെ മറ്റേതെങ്കിലും ആവശ്യത്തിന് ചെലവഴിക്കാൻ മാത്രമേ സാധിക്കൂ. കോൺഗ്രസ് നേതാക്കളെ കൂടി ചേർത്ത് ഇങ്ങനെ രൂപീകരിച്ച കമ്പനിക്കെതിരെ പിന്നെ എന്തുകൊണ്ട് കേസ്?